വെൽക്കം ടു ലൈഫ് ലൈൻ TV. ഇന്നിപ്പോൾ നോക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് ചേർന്ന് ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഹസ്ബൻഡും വൈഫോട് ചേർന്ന് ചെയ്താൽ അതിന് സൈക്കോളജിക്കൽ തലമുണ്ട്, ഇക്കണോമിക്സിൻ്റെ തലമുണ്ട്, പല തലങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈഫും ഹസ്ബൻഡും ഒരേ പാഷൻ ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ചേർച്ച. അപ്പോൾ അതിൽ ഹസ്ബൻഡിന് ചില പ്രത്യേക കഴിവുകൾ കാണും, വൈഫിന് പ്രത്യേക കഴിവുകൾ കാണും. അപ്പോൾ ഈ പ്രത്യേകിച്ച് പുരുഷൻ എപ്പോഴും ഫോക്കസ്ഡാണ്, പക്ഷേങ്കിൽ ഈ സ്ത്രീ എപ്പോഴും ഭയങ്കര ഒബ്സർവേഷൻ കാണും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും ബിസിനസ്സിന് വിജയസാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്നൊരു വലിയ പ്രോബ്ലം, പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ടീനേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ പേരൻസ് പറയുന്നതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പിന്നെ അവർക്ക് അവരുടെ കൂട്ടുകാർ പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്. അപ്പോൾ ഈ ജസ്റ്റ് പേരൻസുമായിട്ട് കാണുന്നു സംസാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. അപ്പോൾ ഈ മദർ പലപ്പോഴും അബാൻഡൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടാന്നൊരു ഫീലിംഗ് പലപ്പോഴും വരാം. ഇല്ല, അവർ ഒത്തിരി കൺട്രോൾ ചെയ്ത് അവരുമായിട്ട് ഇമോഷണലി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഒരു 40 വയസ്സ് 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ടുവേഡ്സ് മെനിപ്പോസൊക്കെ വരുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറയുന്നുണ്ട്. ഇപ്പോൾ എനിക്കുള്ള അക്സെപ്റ്റൻസ് കുറഞ്ഞോ, കുടുംബത്തിൽ കുറഞ്ഞോ, ഹസ്ബൻഡിന് കുറഞ്ഞോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടാത്തതുണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വളരെ മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ബിസിനസ്സിനകത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് അതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റോൾ എടുക്കാം. പക്ഷേ ഈ ഉള്ള ബിസിനസ്സുകൾ പരിപാലിക്കാൻ പുരുഷനെ കഴിഞ്ഞ് എപ്പോഴും നല്ലത് സ്ത്രീ തന്നെയാണ്. അപ്പോൾ അതുകൂടാതെ പിന്നെയും നമുക്ക് നേട്ടങ്ങളുണ്ട്. അപ്പോൾ അതായത് പുരുഷന് പ്രധാനമായിട്ടും പുതിയ ഏരിയാസ് ഇങ്ങനെ കണ്ടെത്തി പോകാം. സ്ത്രീ പരിപാലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അതിനകത്ത് ഒരു യിങ് യാങ് എനർജി എന്ന് പറയുന്ന നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് യു ക്യാൻ സെർച്ച് ഓൺലൈൻ യിങ് ആൻഡ് യാങ്. അപ്പോൾ യാങ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൽ എനർജിയാണ്, യിങ് എന്ന് പറയുമ്പം ഫീമെയിൽ എനർജിയാണ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴത്തേക്കാണ് ഒരു സൃഷ്ടി, ക്രിയേറ്റിവിറ്റി കറക്റ്റായിട്ട് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് തന്നെയുമല്ല, നമുക്കിപ്പോൾ കസ്റ്റമേഴ്സൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു വ്യൂ പോയിന്റിലും കൂടെ നമുക്ക് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ അതിനകത്ത് സ്ത്രീ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ നല്ലൊരു റാപ്പോ, ബന്ധം, വിജയം, ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് കൂടുതലായിട്ട് കാണും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊരു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഒരുപാട് ലോണുകളും സപ്പോർട്ടുകളും കൊടുക്കുന്ന വിമൺ എൻ്റർപ്രൈസസിന് വളരെ സാധ്യത കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹെൽപ്പ് ഗവൺമെൻറ്റിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽപ്പുകളൊക്കെ പിന്നെ തന്നെ ചില സബ്സിഡികളൊക്കെ കിട്ടും. പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് പുരുഷൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സ്ത്രീ അവൻ്റെ ഗോളിനെ, അവൻ്റെ ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ അവനൊരു ബിസിനസ് ഗോളുണ്ട്, വിജയം, പെർഫോമൻസിൻ്റെ ഗോളുണ്ടെങ്കിൽ അതിന് വൈഫ് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വൈഫുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ വൈഫിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി, വൈഫിന് എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുമ്പോഴത്തേക്കും അവർക്ക് കുടുംബത്തിനകത്ത് അവരുടെ സർക്കിളിൽ വീട്ടിലെല്ലാം ഒരു റെക്കഗ്നേഷനും അക്സെപ്റ്റൻസും ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരൊരു ഇണയും തുണയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായ വിജയത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയാണ്. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനൊരു സംഭവം പറയാം. ഒരുപാട് സ്ഥലവും ബിസിനസ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ, അവർക്ക് 4 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 45 വയസ്സ് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പെട്ടെന്നൊരു അസുഖം വന്നങ്ങ് മരിച്ചുപോയി. അപ്പോൾ ആ സമയം വരെ ഈ വൈഫ് ബിസിനസ്സിലോ സ്ഥലം നോക്കാനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അവർക്ക് വീട്ടിനകത്ത കാര്യങ്ങൾ, പിള്ളേരെ വളർത്തുന്ന 4 പെൺകുട്ടികളെ വളർത്തുന്ന ആ ഒരു ചുമതല മാത്രമായിരുന്നു. പക്ഷേ ഈ ഹസ്ബൻഡിൻ്റെ മരണശേഷം ബിസിനസ് അന്യാധീനപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയിൽ കാര്യമായിട്ട് കെയർ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബിസിനസ് ഇതിലേക്ക് അങ്ങോട്ട് മാറി. അപ്പോൾ അത് അവർ അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നെല്ലാം പഠിച്ച് അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരെയൊക്കെ അവരത് പ്ലേസ് ചെയ്ത് നിയർലി 1 ഇയർ കൊണ്ട് കണ്ടൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹസ്ബൻഡിനെ കഴിഞ്ഞും വളരെ വലിയ ബിസിനസ്, നല്ല ബിസിനസ്. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോൾ വന്നുകൊണ്ടിരുന്നതിനെ കഴിഞ്ഞൊക്കെ
മൾട്ടിപ്പിൾ ഇൻകം വരുന്ന രീതിയിലായിട്ട് ആ ബിസിനസ് വളർന്നു. ഞാനത് പിന്നീടും ഒരുപാട് കാലം ഞാനത് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ആ 4 പെൺകുട്ടികളെയും പഠിപ്പിച്ച് വളരെ നല്ല നിലയിലാക്കി അവർ കല്യാണമൊക്കെ കഴിച്ച് വിട്ടു. അവർക്കും ഈ പറഞ്ഞ പോലെ സമൂഹത്തിലൊരു നിലയും വിലയും ഒരു ആൾക്കാരുടെ ഒരു ആരാധന കഥാപാത്രമൊക്കെ ആയി. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മൾ ഒരു എയർലി ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ എന്താണെങ്കിലും ഒന്നുകിൽ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകും, ഇല്ലെങ്കിൽ വൈഫ് അതിനകത്ത് ഇറങ്ങി നല്ലപോലെ സഫർ ചെയ്ത് കയറി വരണം. അപ്പോൾ എന്തിന് ഒരു മരണം വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു? വളരെ നേരത്തെ തന്നെ അവരെ ഇറക്കാമല്ലോ, രംഗത്തിറക്കാമല്ലോ. എപ്പോഴും ഞാൻ പറയാറുള്ളത്, ഒന്നും ഇല്ലാതിരുന്ന സോണിയാഗാന്ധി ഇന്ത്യയിൽ വന്ന് ഒരു കുടുംബത്തിൻ്റെ കൂടെ കൂടി അവർ സർവ്വതുമായി തീർന്നതുപോലെ നിങ്ങളുടെ വീട്ടിലും ഒരു സോണിയാഗാന്ധി ഉണ്ട്. നമ്മൾ അവസരം കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹസ്ബൻഡിൻ്റെ സ്വപ്നങ്ങൾ സാധിക്കാനായിട്ട് ഇപ്പം നമുക്കൊരു വലിയ മാതൃക ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരി എന്ന് പറയുന്നത് സാവിത്രി ജിണ്ടാലാണ്. അപ്പോൾ OP ജിണ്ടാൽ മരിച്ചതിന് ശേഷം അവരുടെ സമ്പത്ത് ഒരുപാട് കൂടി. തന്നെയുമല്ല, അപ്പോൾ ഈ OP ജിണ്ടാൽ യൂണിവേഴ്സിറ്റി, ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി തന്നെ അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അതിനുശേഷമാണ് അവർ ആ ബിസിനസ്സൊക്കെ നല്ലതുപോലെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവർ ഹരിയാനയിൽ MLA ആകുന്നതും മിനിസ്റ്റർ ആകുന്നതും പബ്ലിക് ലൈഫിൽ. അപ്പോൾ അവരുടെ കഴിവുകൾ അവിടുത്തെ വളരെ പൊളിറ്റീഷ്യനും പബ്ലിക്കും ഒക്കെ ആ സേവനം കൂടെ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊരു വലിയ മാതൃകയാണ് അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയ. അപ്പോൾ അതുപോലെ നമുക്ക് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ ഈ ബീന കണ്ണനെ പോലെയൊക്കെയുള്ള ആൾക്കാർ നടത്തിയിട്ടുള്ള ബിസിനസ്സിൽ അവരുടെ മുന്നേറ്റം. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ എപ്പോഴും റിയലി ഒരു ശാക്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പുരുഷൻ്റെ കൂടെ നിന്ന് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇതിനൊരു വാക്ക് പറയാറുണ്ട്, കോപ്രന്യൂവർ. അതായത് ഹസ്ബൻഡും വൈഫോടെ ഒന്നിച്ച് ചേർന്ന് ബിസിനസ് ചെയ്യുന്നതിന് എൻട്രപ്രനർ എന്ന് പറയുന്നതിന് പകരം കോപ്രന്യൂവർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. പിന്നെ സ്ത്രീയുടെ കഴിവിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നോക്കിയാൽ ഇപ്പോൾ അർജൻറ്റീനയിലും ചിലിയിലും അല്ലെങ്കിൽ ജർമ്മനിയിലും സ്വീഡനിലും ഒരുപാട് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് വിമണാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 100 വർഷത്തിനകത്ത് ഈ വിമൻ്റെ സ്റ്റാറ്റസിലെ കഴിവിനെ ലോകം അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്ന കൂടി വന്നിരിക്കുന്നു. ഒരു 10 വർഷത്തിന് മുമ്പ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ 3 ഇരട്ടിയാണ് ഈ ഇപ്പോഴത്തെ കാലത്തുള്ളത്, അതായത് 2018 കൂടിയുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര ചീഫ് മിനിസ്റ്റേഴ്സ് ആ സ്റ്റേറ്റ് വളരെ നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഭരിച്ചിട്ടുള്ളതുമായ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ലോക്സഭയിലും നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുമൊക്കെ എത്രയോ വിമൺ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിനകത്ത് വിമൺ വളരെ കാര്യമായിട്ട്, പിന്നെ ഇപ്പോൾ എപ്പോഴും ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനൊക്കെ നമുക്ക് അവസരങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ലൈഫ് ലൈൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബില്യണെയർ മൈൻഡ് സെറ്റിലൊക്കെ ആദ്യമേ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് പലരും ഒറ്റയ്ക്കാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഭാര്യയെ കൂടെ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ചാർജ് ഈടാക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ, ആ ഒരു ബിസിനസ് വിജയിച്ചു വരാനും വൈഫിന് ഈ ബിസിനസ്സിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അനന്തമായ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ബിസിനസ്സിൻ്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് ലൈഫ് ലൈനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ ഒരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് കോസ്റ്റ് ഫീ ഒന്നുമില്ല, താമസത്തിൻ്റെ ചിലവുകളൊക്കെ അഡീഷണൽ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരും അതിലേക്ക് മുന്നേ വന്ന് അവർക്കും കൂടെ അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ബിസിനസ് ചെയ്താലോ എന്ന് കാര്യമായിട്ട് ഗൗരവമായിട്ട് ആലോചിക്കുന്ന, ഈവൻ നമ്മൾ എബ്രോഡൊക്കെ നല്ല ജോലിയിരുന്ന സ്ത്രീ അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റേതായ ഒരു ബിസിനസ്സും കൂടെ വേണം, ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കൂടെ എൻ്റെ അച്ചീവ്മെൻറ്റ് എനിക്ക് സോളിഡായിട്ട് കാണണം എന്ന് പറയുന്ന സ്ത്രീകളുമുണ്ട്. ബട്ട് ഹസ്ബൻഡിൻ്റെ ബിസിനസ് സഹായിക്കാനായിട്ടൊരു കൂട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ നല്ലതല്ലേ. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ ഈ ഐഡിയയെക്കുറിച്ച് കൂടുതൽ വായിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഗൂഗിൾ ചെയ്യാം. ഒരുപാട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് ചേർന്ന് ചെയ്തിട്ടുള്ള, വൈഫിൻ്റെ പ്രോത്സാഹനം കൊണ്ട് വളരെ വലുതായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ബിസിനസ് വളരെ വിജയത്തിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.